ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും പുരാതനവും ശക്തിയേറിയതുമായ കോസ്മിക് ബീയിങ്സ് ആയ സെലസ്റ്റിയൽസിനെ കുറിച്ചാണ്. സെലസ്റ്റിയൽസ് എന്നത് പ്രപഞ്ചത്തിൻ്റെ ആരംഭകാലത്ത് മുതൽക്കേ നിലനിൽക്കുന്ന ഒരു കോസ്മിക് ബീയിങ്സ് ആണ്. മനുഷ്യനേക്കാളും അന്യഗ്രഹജീവികളെക്കാളും മുമ്പേ അവർ വിശ്വമെങ്ങും ജീവനെ സൃഷ്ടിക്കുകയും വിധിക്കുകയും ചെയ്തിരുന്നു. സെലസ്റ്റിയൽസിൻ്റെ വലുപ്പം എന്നത് ചില ഗ്രഹങ്ങളുടെ വലുപ്പത്തിനും മുകളിലാണ്. അവരുടെ ശക്തി മനുഷ്യന് ചിന്തിക്കാനാവാത്തത്ര വലുതാണ്. സെലസ്റ്റിയൽസിൻ്റെ ലക്ഷ്യം എന്നത് ഗാലക്സിയെ രൂപപ്പെടുത്തുക എന്നതാണ്. അവർ ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച് കോസ്മിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവർ ഓരോ ഗ്രഹത്തിലും ഒരു സെലസ്റ്റിയലിൻ്റെ സീഡ് പ്ലാന്റ് ചെയ്യുന്നു. ആ ഗ്രഹത്തിലെ ബുദ്ധിയുള്ള ജീവൻ വളർന്ന് പരമാവധി ഊർജത്തിലെത്തിയാൽ ആ ഊർജത്തിൽ നിന്ന് പുതിയൊരു സെലസ്റ്റിയൽ ജനിക്കുന്നു. ഈ പ്രോസസ്സിൻ്റെ ഭാഗമായി ആ ഗ്രഹം നശിക്കുമ്പോഴും അതിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയിൽ അനവധി പുതിയ നക്ഷത്രങ്ങളും ലോകങ്ങളും രൂപപ്പെടുന്നു. ഡിസ്ട്രക്ഷൻ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ മറ്റൊരിടത്ത് ക്രിയേഷൻ നടക്കുന്നു. അതാണ് സെലസ്റ്റിയൽസിൻ്റെ ബാലൻസിങ്ങിനെ കുറിച്ചുള്ള വിഷൻ. കോമിക്സ് പ്രകാരം പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഫേർമമെൻറ്റ് എന്ന യൂണിവേഴ്സ് ആയിരുന്നു. അതാണ് ആദ്യത്തെ യൂണിവേഴ്സ്. അതിൽ നിന്ന് രണ്ട് തരത്തിലുള്ള കോസ്മിക് ബീയിങ്സ് ആണ് ഉയർന്നു വന്നത്. ആദ്യത്തേത് ആസ്പിരൻസ്, ഫസ്റ്റ് ഫേർമമെൻറ്റിൻ്റെ അനുസരണക്കാരനായ സേവകർ. രണ്ടാമത്തേത് സെലസ്റ്റിയൽസ്, വൈവിധ്യവും പുതിയ ജീവനും സൃഷ്ടിക്കണമെന്ന ആഗ്രഹം കൊണ്ടുള്ള ശക്തമായ കോസ്മിക് ബീയിങ്സ്. സെലസ്റ്റിയൽസ് ആസ്പിരൻസിനെതിരെ വലിയൊരു കോസ്മിക് യുദ്ധം നടത്തി. ആ യുദ്ധം ഫസ്റ്റ് ഫേർമമെൻറ്റിനെ ചിന്നിച്ചിതറിക്കുകയും അതിൽ നിന്ന് തന്നെ മൾട്ടിവേഴ്സ് ജനിക്കുകയും ചെയ്തു. മൾട്ടിവേഴ്സ് നിലവിലുണ്ടാകാൻ കാരണം തന്നെ സെലസ്റ്റിയൽസ് ആണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളോളം അവർ ലോകങ്ങളെ രൂപപ്പെടുത്തുകയും ജീവികളിൽ പരീക്ഷണങ്ങൾ നടത്തുകയും വിശ്വമെങ്ങും ജീവന്റെ വികാസം നിയന്ത്രിക്കുകയും ചെയ്തു. ആദ്യമായി ഒരു MCU മൂവിയിൽ സെലസ്റ്റിയൽസിനെ പറ്റിയുള്ള റെഫറൻസ് വരുന്നത് 2014 പുറത്തിറങ്ങിയ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി എന്ന മൂവിയിലാണ്. ഗാർഡിയൻസ് നോവേർ എന്ന പ്ലാനറ്റിലേക്ക് പവർ സ്റ്റോണായി പോകുന്നുണ്ട്. നോവേർ എന്നത് പഴയ കാലത്ത് മരിച്ചുപോയ ഒരു സെലസ്റ്റിയലിൻ്റെ തലച്ചോർ ഭാഗമാണ്. ആ തലയാണ് ഒരു പ്ലാനറ്റ് പോലെ അവർ വിസിറ്റ് ചെയ്തത്. പിന്നീട് സിനിമയുടെ തേർഡ് പാർട്ടിൽ ഗാർഡിയൻസിൻ്റെ ബേസായി നോവേർ മാറുന്നുമുണ്ട്. ഗാർഡിയൻസ് കളക്ടർ തനലീർ തിവാനെ കാണാൻ വരികയും അവിടെ വെച്ച് കളക്ടർ ഇൻഫിനിറ്റി സ്റ്റോൺസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട്. ഈസോൺ ദി സെർച്ചർ എന്ന സെലസ്റ്റിയൽ പവർ സ്റ്റോൺ യൂസ് ചെയ്ത് പൂർണ്ണമായും ഒരു ഗ്രഹത്തെ ഇല്ലാതാക്കുന്നതായി കാണിക്കുന്നുണ്ട്. അതിലൂടെ മനസ്സിലാക്കാം എത്രത്തോളം പവർഫുള്ളാണ് ഇൻഫിനിറ്റി സ്റ്റോണും അതുപോലെ തന്നെ സെലസ്റ്റിയൽസും. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 2 പിന്നീട് സെലസ്റ്റിയൽസിനെ പറ്റി പറയുന്നത്. ഈഗോ എന്ന സ്റ്റാർ ലോർഡിൻ്റെ അച്ഛൻ ഒരു സെലസ്റ്റിയൽ ആണെന്ന് മൂവിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് സെലസ്റ്റിയൽ അഥവാ ഈസോൺ പോലെയുള്ള സെലസ്റ്റിയൽസിൽ നിന്ന് വ്യത്യസ്തനാണ് ഈഗോ. ഒരു മനുഷ്യരൂപമുള്ള ലിവിങ് പ്ലാനറ്റാണ് ഈഗോ. ഈഗോയുടെ പർപ്പസ് എന്നത് തൻ്റെ സീഡ് ആയിരക്കണക്കിന് ഗ്രഹങ്ങളിൽ പടർത്തി മുഴുവൻ ബ്രഹ്മാണ്ടത്തെയും തൻ്റെ രൂപത്തിലേക്ക് മാറ്റുക എന്നതായിരുന്നു. എക്സ്പാൻഷൻ എന്നാണ് ഈ പ്രോസസ്സിനെ വിളിച്ചിരുന്നത്. ഇതിനായി ഈഗോയ്ക്ക് മറ്റ് സെലസ്റ്റിയൽസിൻ്റെ ശക്തി അനിവാര്യമായിരുന്നു. അതിനായി അവൻ നിരവധി ബന്ധങ്ങളിൽ കുട്ടികളെ ഓരോ ഗ്രഹത്തിലും സൃഷ്ടിച്ചു. അവസാനം പീറ്റർ ക്വിൽ സെലസ്റ്റിയൽ ശക്തി കൈവരിച്ചു. സ്റ്റാർ ലോർഡിൻ്റെ സഹായത്തോടെ ബ്രഹ്മാണ്ടത്തെ താനായി മാറ്റുകയാണ് അവൻ്റെ ലക്ഷ്യം. അവസാനം സ്റ്റാർ ലോർഡ് ഈഗോയെ തോൽപ്പിച്ച് തൻ്റെ സെലസ്റ്റിയൽ ശക്തി നഷ്ടപ്പെടുത്തി പൂർണ്ണമായും മനുഷ്യനായി. ഇതിനുശേഷം മാർവൽ മൂവീസിൽ സെലസ്റ്റിയലുമായി ബന്ധപ്പെട്ട സ്റ്റോറി വരുന്നത് എറ്റേണൽസ് എന്ന മൂവിയിലാണ്. എറ്റേണൽസ് എന്ന് പറയുന്നത് അരിഷം എന്ന സെലസ്റ്റിയൽ സൃഷ്ടിച്ച പവർഫുള്ളായ ഇമ്മോർട്ടൽ ബീയിങ്സ് ആണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അരിഷം ഇവരെ ഒരു മിഷൻ്റെ ഭാഗമായി ഭൂമിയിലേക്ക് അയച്ചു. അവരുടെ പർപ്പസ് എന്നത് ഡീവിയൻസിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കുക എന്നതാണ്. നൂറ്റാണ്ടുകളോളം അവർ മനുഷ്യരോടൊപ്പം ജീവിച്ചു. ഹ്യൂമൻസ് തമ്മിലുള്ള പ്രശ്നങ്ങളിൽ എറ്റേണൽസ് ഇടപെട്ടിരുന്നില്ല. എറ്റേണൽസ് വിചാരിച്ചത് അവരുടെ ദൗത്യം എന്നത് ഡീവിയൻസിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുക എന്നതായിരുന്നു. പക്ഷേ സെലസ്റ്റിയലായ അരിഷത്തിൻ്റെ പദ്ധതി വേറെയായിരുന്നു. അരിഷം ഭൂമിയിൽ ഒരു സെലസ്റ്റിയൽ സീഡ് പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനുഷ്യരുടെ ബുദ്ധിപൂർണമായ ജീവനും അവരുടെ ഊർജവുമാണ് പുതിയൊരു സെലസ്റ്റിയൽ ഉയർന്നു വരാനായി ഉപയോഗിക്കുന്നത്. ടിയാമട്ട് എന്നാണ് ആ സെലസ്റ്റിയലിൻ്റെ പേര്. ഇതിനെ തുടർന്ന് എറ്റേണൽസിൻ്റെ ഇടയിൽ ഒരാശയക്കുഴപ്പമുണ്ടാവുകയും രണ്ട് വിഭാഗമായി മാറുകയും ചെയ്യുന്നു. അരിഷത്തിൻ്റെ പ്ലാനിൽ വിശ്വസിക്കുന്നവരും ഹ്യൂമാനിറ്റി സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നവരും. യൂണിമൈൻഡ് എന്ന പദ്ധതിയിലൂടെ എറ്റേണലുകളുടെ ശക്തി ബന്ധിപ്പിച്ച് ഈ ശക്തിയുടെ സഹായത്തോടെ
സെർസി തൻ്റെ മാറ്ററിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന കഴിവ് യൂസ് ചെയ്ത് ടിയാമട്ട് എന്ന സെലസ്റ്റിയലിനെ സോളിഡ് മാർബിളാക്കി മാറ്റുന്നു. എമർജൻസിനെ തടഞ്ഞ് ഭൂമിയെ അവർ സംരക്ഷിക്കുന്നു. അരിഷം ദി ജഡ്ജ് അവസാനം വരികയും തൻ്റെ പ്ലാൻ തടഞ്ഞ എറ്റേണൽസിനെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇതോടുകൂടി സെലസ്റ്റിയൽസിൻ്റെ കഥ അവസാനിക്കുന്നില്ല. വിശാലമായ പ്രപഞ്ചത്തിൽ സെലസ്റ്റിയൽസ് ഏൻഷ്യൻ ജെയിൻസ് എന്ന പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഉള്ളിലായി അവരുടെ വിത്തുകൾ ഉറങ്ങിക്കിടക്കുന്നു. ജീവിതം വളർന്ന് പുതിയ സെലസ്റ്റിയൽസ് ജനിക്കുന്നതിന് കാത്തിരിക്കുന്നു. അനവധി ലോകങ്ങളിലും ടൈം ലൈനുകളിലും അവർ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതൊക്കെ സിവിലൈസേഷൻ രക്ഷപ്പെടില്ല എന്ന് അവർ തീരുമാനിക്കുന്നു. സെലസ്റ്റിയൽസിൻ്റെ ഭാവി ഇനിയും എഴുതപ്പെടാത്തതാണ്.